നാഫിയായ ഇൽമിനെ തരട്ടെ, അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഒരു മഅന സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ സ്വന്തം നബിയെ സദാസമയവും ഓർക്കുന്നവരും പറയുന്നവരും, പിന്നെ ആ നബിയുടെ അതുവഴി ആ നബിയുടെ ഇഖ്വാനായ അംബിയാഇനെയും അവരെ ഓർത്താലല്ലേ ഇത്തിബാ ചെയ്യാൻ പറ്റൂ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഒരു ഇത്തിബാ ചെയ്താലല്ലേ ഹിദായത്ത് കിട്ടൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരാളെ അറിയാതെ ഇത്തിബാ ചെയ്യാൻ കഴിയില്ല. ഇത്തിബാ ചെയ്യണമെങ്കിൽ അളമത്തോടുകൂടി പറയണം. എന്നിട്ട് നമ്മുടെ മനസ്സിൽ അവർക്ക് പ്രത്യേക സ്ഥാനം ഉണ്ടാവണം. അപ്പോഴാ ഇത്തിബാ ചെയ്യാം. വളരെ ചിന്തിക്കണം. അപ്പൊ ഇവിടെ മഅനെന്തായിന്നറിയോ? ഇസ്രായേലികൾ നല്ലതുകൊണ്ട് അവരുടെ അംബിയാഇനെ പറഞ്ഞില്ല. ചിലർ തീരെ പറഞ്ഞില്ല, ചിലർ പറ നല്ലതുകൊണ്ട് പറഞ്ഞില്ലേ, ചിലർ പറഞ്ഞു, മോശപ്പെടുത്തി പറഞ്ഞു. അതെവിടെ ഞാൻ മൂല്യത തെളിവ്? അൽ ബഖറ 102. ഒത്തബഉ മാ തത്ലു ശയാത്വീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت. سبحان الله. ഇസ്രായേലികളാക്കിയ ഒരാൾ സയ്യിദ്ന ദാവൂദും സയ്യിദ്ന സുലൈമാനുമാണ് അലൈഹിമസ്സലാത്തു വസ്സലാം. അവരുടെ കാലഘട്ടം, ഇസ്രായേലികൾക്കൊരു സുവർണ കാലഘട്ടം ചരിത്രത്തിലുണ്ടെങ്കിൽ BC 998 മുതൽ BC 923 വരെയുള്ള കാലഘട്ടമാണ്. BC 998 മുതൽ BC 958 വരെ നബിയുല്ലാഹി ദാവൂദി കാലഘട്ടം. BC 958 മുതൽ BC 923 വരെ സുലൈമാനി കാലഘട്ടം. 40, 35, 75. ശ്രദ്ധിക്കണം. മനസ്സിലാണ്ടോ പറഞ്ഞത്? ചിന്തിക്ക്. BC 998 മുതൽ BC 958 വരെയാണ് നബിയുല്ലാഹി ദാവൂദ്. മനസ്സിലാണ്ടോ പറഞ്ഞത്? ചിന്തിക്കണം. പിന്നെ BC 958 മുതൽ BC 923 വരെയാണ് ആര്? നബിയുല്ലാഹി സുലൈമാൻ. ഈ 75 കൊല്ലമാണ് ഇസ്രായേലികളുടെ സുവർണകാലം. മനസ്സിലായില്ലേ? അവരുടെ എന്റെ കൂടെ വരണം, അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരുടെ നബി, ഇസ്രായേലി സമൂഹത്തിന് അള്ളാഹു നൽകിയ നബിയാണ് നബിയുല്ലാഹി മൂസ, സയ്യിദ്ന മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും അവർ നല്ലത് പറഞ്ഞില്ല. തോറയില് തെൽമൂദാണ് ഇപ്പോൾ അവരുടെ വേദഗ്രന്ഥം. എൻ്റെ കൂടെ വരണം കേട്ടാ, എൻ്റെ കൂടെ ഇല്ലേ? ഈ തെൽമൂദ് BC 200 2-ാം നൂറ്റാണ്ടില് ഹർദിയാലിന്റെ കാലത്ത് അവരെ ജെറൂസലേമിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവരെഴുതി ഉണ്ടാക്കിയതാണ് എന്ത്? തെൽമൂദ്. എൻ്റെ കൂടെ വരണം. BC AD 7-ാം നൂറ്റാണ്ടിലാണ് മുത്തുനബി വരുന്നത്. AD 2-ാം നൂറ്റാണ്ടിൽ ഒരു തോറ വലിച്ചെറിഞ്ഞിട്ട് പുതിയൊരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേലികൾ. അതാണ് തെൽമൂദ്. ഇപ്പോൾ അവർ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നത് തെൽമൂദാണ്. എൻ്റെ കൂടെ വരി, സ്പീഡ് പോവാനാണ്. മനസ്സിലായില്ലേ? AD 2-ാം നൂറ്റാണ്ടില് 5 ലക്ഷം ജൂതന്മാരെ ലോകത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ചില ബഹളം കാരണം. അങ്ങനെയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ അവർ പേർഷ്യയിലേക്കും പിന്നെ ബാബിലോണിയയിലും ഒക്കെ ഒളിച്ചോടി. ആ വനവാസ കാലഘട്ടത്തിൽ അവർ പുതിയ ഒരു വേദഗ്രന്ഥം എഴുതി ഉണ്ടാക്കി. ആ ഗ്രന്ഥമാണ് എന്ത്? തെൽമൂദ്. തെൽമൂദിൽ അവർ മൂസയെ വ്യഭിചാരിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. സയ്യിദ്ന മൂസ അലൈഹിസ്സലാം. തെൽമൂദ് എൻ്റെ കയ്യിലുണ്ട്, പേടിക്കണ്ട, ആരും വന്ന കാണിച്ചു തരാം. തെൽമൂദിൻ്റെ കയ്യിലുണ്ട്. ചിന്തിക്കണം. തെൽമൂദിൽ പറയുന്നത് സയ്യിദ്ന മൂസ. അതായത് ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇസ്രായേലികൾ 1 അവർ നബിമാരെ മറന്നു, 2 ഓർത്തത് നല്ല നിലക്കല്ല, മോശമായ നിലക്ക. ഏറ്റവും വലിയ നബിയാണ് ആര്? സയ്യിദ്ന മൂസ. 136 തവണ ഖുർആൻ പറഞ്ഞ നബിയാണ് സയ്യിദ്ന മൂസ. ഇസ്രായേലി നബിയാണ് സയ്യിദ്ന മൂസ. ഉറക്കം പറ, സയ്യിദ്ന മൂസ. 136 തവണയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മൂസായെ പറഞ്ഞത് അലൈഹിസ്സലാം. ലോകത്തെ ദ്വിതീയനായ സയ്യിദ്ന ഇബ്രാഹിം പോലും അലൈഹിസ്സലാം 69 തവണയേ ഉള്ളൂ. ഖുർആനിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാമം
69 തവണയേ ഉള്ളൂ. അതേ സമയത്ത് സയ്യിദുനാ മൂസ പറ 136 തവണയാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. ആ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വന്തം ഖൗമായ ഇസ്രായേലികൾ എന്ത് ചെയ്തു? അവർ പറയാണ്, തെൽമൂദിന്റെ ഒരു ഭാഗം തെൽമൂദിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്ത്? ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മദിയനിലേക്ക് രക്ഷപ്പെട്ട് മൂസയെ മദിയനിലുള്ള യെറുവേൽ എന്ന ധനാഢ്യനാണ് സംരക്ഷിച്ചത്. അയാളുടെ മൂത്ത മകളായിരുന്നു സഫൂറ. ആ പെണ്ണിൽ അനുരക്തനായി ആരെ? മൂസ. അങ്ങനെ ആ പെണ്ണുമായി അവിഹിത ബന്ധം പുലർത്തി ഗർഭിണിയായി. അവസാനം യെറുവേലിനെ ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി ആരെ പറ്റിയാ പറയുന്നത്? സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അവരാദ്യത്തെ പ്രവാചകനാണ് മൂസ. സയ്യിദുനാ മൂസ എന്റെ കൂടെ വരി, അല്ലാഹു തൗഫീഖ് തരട്ടെ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ചിന്തിക്കണം. ഒന്ന്, പിന്നെ അവർക്കൊരു നിലപാടുണ്ടാക്കി കൊടുത്ത നബിയാണ് ദാവൂദും സുലൈമാനും. സുലൈമാൻ നബി മരിച്ചതോട് കൂടെ ബലി പറഞ്ഞു കൂടോത്രക്കാരനായിരുന്നു. സുലൈമാൻ ഇസ്രായേലി നബിയാണ്. ആര്? പറ, ആര്? സുലൈമാൻ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വമാ കഫറ സുലൈമാൻ എന്ന് ഇസ്രായേലികളെ മുന്നിൽ ഖുർആൻ പറയേണ്ടി വന്നത് എന്തുകൊണ്ട്? ഇസ്രായേലികളെ വീക്ഷണപ്രകാരം സുലൈമാൻ കാഫിറാണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. വമാ കഫറ സുലൈമാൻ എന്ന് പറയേണ്ടത് എന്തു വന്നുകൊണ്ട്? സുലൈമാനെ പറ്റി അലൈഹിസ്സലാം ഇല്ലാത്ത വാക്കുകൾ ആര് പറഞ്ഞു കൊടുത്തു? പിശാചുക്കൾ. മാ തത്ലു ശയാത്വീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ. ഞാൻ ഓടുകയാണ്. നിങ്ങൾ വളരെ ചിന്തിക്കണം. നിങ്ങൾ വളരെ ഉണർന്നിരുന്നാലേ നിങ്ങൾക്ക് ഈ വിഷയം എളുപ്പം മനസ്സിലാവും. തലേ കയറിയ ഭയങ്കര ഒരു കയറ്റാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ കയറണം കേട്ടാ. ഈ ഭക്ഷണം കഴിച്ചിട്ടുള്ള ക്ലാസ്സേ പ്രശ്നമാണ്. കാരണം അങ്ങനെ ഉറങ്ങും. പിന്നെ ഈ 2-3 ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്കൊരു സന്തോഷം. ആർക്കെങ്കിലും ഉപകരിക്കുമല്ലോ. ഇവിടെ 2-3 സാധനങ്ങളുണ്ടല്ലോ. ഇവിടെ അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹിലഹു. വളരെ ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇസ്രായേലികൾ 2 വിഭാഗം. ഒന്ന്, അവർ നബിമാരെ തീരെ ഓർത്തില്ല. 2, ഓർത്തത് വളരെ മോശപ്പെട്ടത്. അതുകൊണ്ടാണ് വളരെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന അൻഅംത അലൈഹിം എന്ന വിഭാഗം എന്നാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആരാണ്? ദാക്കിറു മുഹമ്മദാണ്. അതന്നെ ബിൽ മദ്ഹ് വസ്സനാ.